ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഉത്സവമാണ് കേട്ടോ, മലയാമഠം ഊരുട്ടുമണ്ഡപം അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഞാനും അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റോഡിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഘോഷയാത്രയൊക്കെ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ച് കുറച്ച് സമയം നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് പോകാം, കാരണം ഈ ടൈമിൽ നമ്മൾ അകത്തേക്ക് കയറി നല്ല തിരക്കാണ്. അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് കയറി തൊഴാമെന്ന് വെച്ചു. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നമ്മുടെ ദേഹത്ത് നിന്ന് വീഴുമ്പോൾ നല്ല രസമാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള എന്നെയും അമ്മയെയും കണ്ടായിരുന്നോ? അപ്പോൾ ഇതിൽ പെട്ടുപോയ ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ, ദേഹത്തും തലയിലും മൊത്തം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടിക്കളയുന്നുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ അമ്മയ്ക്കൊരു കുലുക്കമില്ല കേട്ടോ. അമ്മയാണെങ്കിൽ ഒരു സ്റ്റാച്ചുവിനെ പോലെ അങ്ങ് നിൽക്കുക, കാരണം അമ്മയ്ക്കതൊരു പ്രശ്നമേ ഇല്ല. ഇനിയും അത് വരും പോവും, അതേപോലെ അമ്മ അങ്ങ് നിൽക്കുക കേട്ടോ. അങ്ങനെ ഘോഷയാത്രയൊക്കെ പോയതിനു ശേഷം ഞാനും അമ്മയും അമ്പലത്തിൽ കയറി. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. ഇതിന് താഴെയായിട്ട് ചുറ്റും വയലാണ്. നല്ല രസമാണ് കാണാനായിട്ടൊക്കെ. അങ്ങനെ ചെരുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചു എന്റെ ചെരുപ്പ് പോകുന്നു, കാരണം മുമ്പ് ഹരിയുടെ ഒരു ചെരുപ്പ് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എവിടെയായിരുന്നു, കൊട്ടാരക്കര അമ്പലത്തിൽ അങ്ങോട്ട് പോയപ്പോ ഹരിയുടെ ചെരുപ്പ് പോയായിരുന്നു. അതിനുശേഷം ഭയങ്കര പേടിയാണ്. അമ്പലത്തിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ചെരുപ്പ് ആരെങ്കിലും ഒക്കെ മാറിയെടുക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ പുറത്ത് വന്നപ്പോഴത്തേക്കാണ് ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ തിരുവാതിരയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കത് കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു കുറച്ച് സമയം കാണാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇനി ഇവിടെ തിരുവാതിര കളി ഉണ്ട് ഗൈസ്. അപ്പൊ അത് കുറച്ചു നേരം കണ്ടിട്ട് പോവാൻ എന്റെ അമ്മ പറഞ്ഞു. നമുക്ക് തിരുവാതിര കണ്ടിട്ട് പോവാം, തിരുപ്പൂലം കാണാം. അത് കഴിഞ്ഞോണ്ടേ കൈകൊട്ടി കളി. അപ്പൊ ഇന്ന് വരണില്ലേ, ഗ്രൗണ്ടിലോട്ട് പോവാന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. അവിടെയാണ് നമ്മുടെ അന്നം എല്ലാം കൂടി കൊണ്ടുപോയി. അവിടെയാണ് മറ്റേ ചെണ്ടമേളൊക്കെ മത്സരക്കൊട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇനി ഇവിടെ കൈകൊട്ടിയും തിരുവാതിരയും കണ്ടിട്ട് അമ്മ ഇനി എപ്പം വരുമല്ലോ. അപ്പോൾ പ്രോഗ്രാം നടക്കുന്നതിന് മുന്നായിട്ട് എന്തെങ്കിലും കഴിക്കാൻ മേടിക്കണമല്ലോ. അപ്പോൾ അമ്മ ചോദിച്ചു നിനക്ക് എന്ത് വേണമെന്ന്. ഞാൻ പറഞ്ഞു എന്ത് മേടിച്ചെന്നാലും മതി, പക്ഷേ ഐസ്ക്രീം മാത്രം കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ തൊണ്ടയ്ക്ക് വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഇപ്പോഴും സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ മുറുക്ക് മേടിച്ചു, പിന്നെ ഇതാ ചോളപ്പൊരിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പ്രോഗ്രാംസും കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കപ്പലണ്ടി മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് എരിവുള്ളത് വേണം, അമ്മയ്ക്ക് എരിവുള്ളത് വേണ്ട. അത് പറഞ്ഞ് പിന്നെ ഭയങ്കര അടിയായിരുന്നു. ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് തെറ്റും, പിന്നെ അത് പിന്നെ വലിയ പ്രശ്നമാവും. ഇങ്ങോട്ട് സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഈ അമ്മയ്ക്ക് അങ്ങോട്ട് ഒരു വലിവുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് ഞാനാ അങ്ങോട്ട് പോകുന്നത്, അമ്മയ്ക്കാണ് കുഴപ്പം. അങ്ങനെ ഞങ്ങളിതാ ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓരോ വീട്ടിലും ഇങ്ങനെ പറയൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഘോഷയാത്ര വരുമ്പോഴത്തേക്ക്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ എണ്ണം, KK ജംഗ്ഷൻ കരക്കാരുടെ എണ്ണമാണ് കേട്ടോ. എനിക്കിതിനെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഇതാണെങ്കിൽ നമ്മൾ അടുത്തോട്ടൊക്കെ ഓടി വരും. ഞാനാണെങ്കിൽ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഒളിച്ച് നിൽക്കും. അപ്പോൾ ഇതാ ഘോഷയാത്ര അമ്പലത്തിലേക്ക് വരികയാണ് കേട്ടോ. ഈ സമയം ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾ റോഡ് സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. ഓരോ അന്നവും അവരുടെ കരക്കാരുമായിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളുടെ അന്നം ഇതാ വരുന്നു, KK ജംഗ്ഷൻ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞങ്ങളുടെ അന്നം വരുമ്പോഴത്തേക്ക്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇത് ഞങ്ങളുടെ കരക്കാർ തന്നെയാണ് കേട്ടോ, പാറയിൽക്കട. ഞങ്ങളുടെ ഏരിയയിൽ 2 കരക്കാരായിട്ടാണ്, ഒന്ന് KK ജംഗ്ഷനും ഒന്ന് പാറയിൽക്കടയും. അപ്പോൾ ഇത് പാറയിൽക്കടയുടെ അന്നമാണ്. അവർ അതിനെ കൊണ്ടിങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ. ഇത് കുതിരയാണ് കേട്ടോ. പിറകിലായിട്ട് വള്ളംകളി വരുന്നുണ്ട്. അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതെനിക്ക് എന്താണെന്ന് പറഞ്ഞു തരാൻ എനിക്ക് വലിയ പിടിയില്ല. ഓരോ വർഷവും അവർ ഓരോന്നും കെട്ടുകാഴ്ചയിൽ ഉൾപ്പെടുത്തുള്ളൂ. എന്തായാലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതെൻ്റെ അനിയനാണ് കേട്ടോ, രാഹുൽ. എൻ്റെ കുഞ്ഞയുടെ മോനാണ്. ഇതാണ് എൻ്റെ അമ്മയും കുഞ്ഞയും.
ഇനിയാണ് കേട്ടോ എരുത്തിലും കാളയും വരുന്നത്. ഇതാണ് അപ്പൂപ്പൻ. എല്ലാ വർഷവും അപ്പൂപ്പനെ നല്ല ഒരുക്കിയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. ഈ വർഷവും നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ വർഷത്തെ ഉത്സവം ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്നാണ് ഇവിടെ തുടങ്ങുന്നത്. ഇപ്പോൾ കൊണ്ടുപോയ എല്ലാ കെട്ടുകാഴ്ചകളും തമ്പുരാൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് വലം വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി തുള്ളിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ കൂട്ടുകാരും ബാൻഡും ചെണ്ടമേളവും ഒക്കെ വയലിൽ ഇറങ്ങിയിട്ട് അവിടെ വെച്ചിട്ടായിരിക്കും കേട്ടോ മത്സരക്കൊട്ടൊക്കെ. ഈ വർഷം അതൊന്നും കാണാനായിട്ട് നിൽക്കുന്നില്ല. കാരണം എൻ്റെ തൊണ്ട ഒട്ടും വയ്യാണ്ടായി. കാരണം കുറേ നേരം കൊണ്ട് ഞാൻ ചുമച്ച് ഒട്ടും വയ്യാണ്ടായി കേട്ടോ. അതുകൊണ്ട് നേരത്തെ പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഉത്സവം. നിങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടതായിട്ടൊരു ഉത്സവം ഉണ്ടാവും. അത് ഏതാണെന്ന് പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റാ.